ഹലോ, ഇന്ന് ഈവനിങ് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് ശ്രീരാമൻ്റെ ജന്മദിനമല്ലേ, അത് മാത്രമല്ല പെരുമാളിൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു. എഴുന്നേറ്റ് രാവിലെ അല്ല കേട്ടോ, ഏകദേശം ഒരു വൈകുന്നേരമാണ്. ഞാൻ ഉച്ചശേഷം ഉറങ്ങിയതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഓക്കെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഒരു ചന്ദനക്കുറി വലിച്ചു. ഓൾറെഡി ഞാൻ ചന്ദനക്കുറി വലിച്ചിട്ടാണ് പോവുക. പിന്നെ അമ്പലത്തിൽ വലിക്കാറുണ്ട്. ഞാൻ അധികം മുണ്ട എടുക്കുക കേട്ടോ. അത് മുണ്ടാണ് സെറ്റാവുക. മുണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ബൈക്കെല്ലാം ബുക്ക് ചെയ്ത് ബൈക്കെല്ലാം ഓൾറെഡി ഏകദേശം പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ OTP പറഞ്ഞു കൊടുത്തു. ഇവിടെ ബൈക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഊബർ കാറെല്ലാം ബുക്ക് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ബൈക്കിൻ്റെ OTP എല്ലാം പറഞ്ഞു കൊടുത്ത് ഏകദേശം റൂട്ട് അറിയാമായിരുന്നു. അങ്ങനെ ബൈക്കിൽ കയറി മെല്ലെ ഇറങ്ങാൻ തുടങ്ങി. ഇവിടുന്ന് അടുത്താണെങ്കിലും കുറേ വീടിൻ്റെ ഉള്ളിലോട്ടാണ്, കുറേ റോഡിൻ്റെ ഉള്ളിലോട്ടാണ്. അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തണ്ടെന്ന് തോന്നുന്നു. വരുമ്പോൾ മാത്രമേ മെയിൻ റോഡിലുള്ളൂ. അങ്ങനെ ഞാൻ ഇടവഴിയിലോട്ട് പോയി. ഇതെല്ലാം ഞാൻ ഏകദേശം രാവിലെ വരുന്ന വഴികളാണ്. ഞാൻ അധികം രാവിലെ നടക്കാനുള്ള വഴികളാണ് ഇതെല്ലാം. രാവിലെയും പിന്നെ അതേപോലെ വൈകുന്നേരം ഭയങ്കര നല്ലൊരു ഒരു പ്രത്യേക ലുക്കാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. വെയിലില്ലല്ലോ ഓൾറെഡി, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഏകദേശം ഈ റൂട്ടെല്ലാം ഞാൻ നടക്കാൻ വരുന്നതാണ്. ഇവിടെ ഒരു ടീ കട ഉണ്ട്, അവിടെ പോയി ടീ എല്ലാം കുടിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാം ടീ കട. എനിക്ക് ഭയങ്കര ഇഷ്ടം. 5 രൂപയ്ക്കാണ് വടയെല്ലാം കിട്ടുന്നത്. അങ്ങനെ ഏകദേശം പറഞ്ഞു അമ്പലത്തിലെത്താനായി. അങ്ങനെ അമ്പലത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സൈഡിലിരുന്ന് അമ്പലം മൊത്തം വീഡിയോ എടുക്കാൻ തുടങ്ങി. അമ്പലം ഏകദേശം 5:30ക്കാണ് ഓപ്പൺ ആവുമെന്ന് പറയാം. ഒരു ഏകദേശം 3 മണിക്ക് ഒരു പൂജയെല്ലാം കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം വീഡിയോ എല്ലാം ഏകദേശം ഒരു പുറത്തത്തെ ഏകദേശം കവർ ചെയ്തു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്തു. പുറത്തുനിന്ന് കോവിലുണ്ടാവില്ലേ, അതും കവർ ചെയ്തു. കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പോസിറ്റീവ് എനർജി മാതിരി. അങ്ങനെ അവർ വന്നിട്ട് അവിടെ പുറമെല്ലാം അടിച്ച് കഴുകി കോലിടാൻ തുടങ്ങി. ഞാൻ ചെന്നൈയിൽ ഏകദേശം ഇങ്ങനെയാണ് കോലിടുക. കേരളത്തിൽ അധികം കുറവല്ലേ, ബ്രാഹ്മിൻസ് ഇടാറുണ്ടെന്ന് തോന്നിട്ട് എനിക്കറിയില്ല. അങ്ങനെ കോലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കോലൊക്കെ ഇട്ട് ഒരിക്കൽ കൂടി അങ്ങനെ വീഡിയോ എടുത്തു ഞാൻ. പിന്നെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ പൂജാരിമാരോട് ചോദിച്ചു. വീഡിയോ എടുക്കാൻ കുഴപ്പമില്ലയെന്ന് അവരുടെ അനുഭവത്തോടെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഗൂഗിളിലെല്ലാം കണ്ടായിരുന്നു, ഏകദേശം ഉള്ളിൽ വീഡിയോസ് എല്ലാം എടുത്തിട്ട് കണ്ടിട്ടായിരുന്നു. അതിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വീഡിയോസ് എടുത്ത് പിന്നെ അവിടെ കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടിടത്തും പ്രാർത്ഥിച്ചു. ശ്രീരാമനെ കണ്ട് പ്രാർത്ഥിച്ചു, പെരുമാളെ കണ്ട് പ്രാർത്ഥിച്ചു. കച്ചേരി അങ്ങനെ പ്രോഗ്രാമല്ല പ്രാർത്ഥന കേട്ടോ. അങ്ങനെ കച്ചേരി ഉണ്ടായിരുന്നു. ഞാൻ കച്ചേരി കാണാമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം 1 മണിക്കൂറെല്ലാം കഴിഞ്ഞ്, ഒന്നര മണിക്ക് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കാരൻ വന്നു. ഇത് കറക്റ്റ് ലൊക്കേഷൻ KK നഗർ കേട്ടോ. KK നഗർ രാമപുരത്ത് KK നഗറാണ്. ഞാൻ ലൊക്കേഷൻ എന്തായാലും ഇതിലേക്ക് അയക്കാം വീഡിയോസിൽ. അങ്ങനെ ബൈക്കാരൻ വന്ന് OTP പറഞ്ഞു കൊടുത്ത് ബൈക്കിൽ കയറി. ഇപ്പോൾ ഏകദേശം അമ്പലത്തിൽ ഇന്ന് രാമൻ്റെ ജന്മദിനമായതുകൊണ്ട് ഏകദേശം അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കായിരുന്നു, ട്രാഫിക്കായിരുന്നു. ഇപ്പോൾ മെയിൻ റോഡിലെത്തി. അവിടുന്ന് വീഡിയോ എടുക്കാൻ എടുത്തില്ല. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം എൻ്റെ റൂമിലോട്ട് എത്താനായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവരും എന്നോട് സംസാരിച്ചുകൊണ്ട് നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം ചോദിച്ചു. അങ്ങനെ അവരോടും കുറച്ച് സംസാരിച്ചു. ഞാൻ ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ റൂമിലോട്ട് എത്താനായി. കുറച്ച് ടയേർഡായി. ഏകദേശം അവിടെ കുറേ ടൈമിൽ ഇരുന്നില്ലേ, അതിൻ്റെ ടയേർഡായി. ഏകദേശം വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ. അങ്ങനെ റൂമിലോട്ടെത്തി. എല്ലാം കഴിഞ്ഞ് ഇനി കുളിക്കണം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.